ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഗുഡ്നസ് ടി വിയുടെ പ്രേക്ഷകരെ, കർത്താവിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളായ മിഷണറിമാരെക്കുറിച്ചും അവർ നടത്തുന്ന മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള വിളവിൻ്റെ നാട്ടിലൂടെ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആന്ധ്രാപ്രദേശ് രണ്ടായി വിഭജിക്കുന്നതിന് മുൻപ് 1999 ആന്ധ്രയിൽ രൂപീകൃതമായ ആദ്യത്തെ സീറോ മലബാർ രൂപതയാണ് അദിലാബാദ് രൂപത. ആടുമാടുകളെ മേയ്ക്കുന്നവരും പരുത്തി കൃഷി ചെയ്യുന്നവരും സാധാരണക്കാരായ കൃഷിക്കാരും കൂലിപ്പണിക്കാരുമാണ് ഈ ഗ്രാമവാസികൾ. എൺപത്തിയഞ്ചാം സങ്കീർത്തനം 12-13 വാക്യങ്ങൾ. കർത്താവ് നന്മ പ്രദാനം ചെയ്യും, നമ്മുടെ ദേശം സമൃദ്ധമായ വിളവ് നൽകുകയും ചെയ്യും. നീതി അവിടുത്തെ മുൻപിൽ നടന്ന് അവിടുത്തേക്ക് വഴിയൊരുക്കും. തെലങ്കാനയിലെ അദിലാബാദ് രൂപതയിൽപ്പെട്ട കത്തോലിക്ക മിഷണറിമാരിലൂടെ ദൈവം പടുത്തുയർത്തിയ മിഷൻ പ്രദേശത്തേക്ക് നമുക്കൊന്ന് കടന്നുചെല്ലാം. ഇത് മഞ്ചരിയാലിലുള്ള അദിലാബാദ് രൂപതയുടെ ബിഷപ്പ് ഹൗസും അതിനോടനുബന്ധിച്ചുള്ള ഇടവക ദേവാലയവും. അദിലാബാദ് രൂപതയെ നയിക്കുന്ന രൂപത അധ്യക്ഷൻ പ്രിൻസ് ആന്റണി പാണയങ്ങാണ്. പിതാവ് എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ഇടവകകളിൽ ബലിയർപ്പിക്കുന്നു. രൂപതയുടെ വൈദിക വിദ്യാർത്ഥികൾക്കായുള്ള രേപ്പള്ളി വാഠയിലുള്ള ഗുരുവിദ്യാലയം എന്ന മൈനർ സെമിനാരി. ഈശ്വമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ മനു മാത്യു കുന്നത്തുംപാറയിൽ അദിലാബാദ് മൈനസ് സെമിനാരിയിൽ വർക്ക് ചെയ്യുന്ന അച്ഛനാണ്. 1999 സ്ഥാപിതമായ അദിലാബാദ് രൂപതയ്ക്ക് 2001 വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം 2001 ഞങ്ങളുടെ മൈനസ് സെമിനാരി ഗുരുവിദ്യാ നിലയം സ്ഥാപിതമാകുന്നത്. ഗുരുവിദ്യാ നിലയം യേശുക്രിസ്തുവിനെ അടുത്ത് അനുകരിക്കുന്നതിനും ജീവിക്കുന്നതിനും വേണ്ടി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന ഒരു സ്ഥലമാണ്. ഈ സെമിനാരിക്ക് ഗുരുവിദ്യാ നിലയം എന്ന പേര് വരുന്നതിന് പ്രത്യേക കാരണമുണ്ട്. ഗുരുവിദ്യാ നിലയം എന്നത് ഗുരു, എല്ലാവരുടെയും ഗുരു, ഈശോയാകുന്ന ഗുരുവിനെ അനുകരിച്ചുകൊണ്ട് അടുത്ത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അനുഗമിക്കുന്നതിന് വേണ്ടി പ്രേക്ഷിതരാകാനായിട്ട് വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്
ഈശോയെ കാണിച്ചു കൊടുക്കുവാനും അവർക്ക് അടുത്തനുകരിക്കാനുമുള്ള സ്ഥലമായതുകൊണ്ടാണ് ഗുരു വിദ്യാനിലയത്തിന് ആ പേര് വന്നത്. ഗുരു ഈശോ തന്നെയാണ്. നിലയം അവൻ്റെ ആലയമാണ്. അവിടെ ആയിരുന്നു കൊണ്ട് അവനെ അറിയാനും കൂടുതലായിട്ട് അറിയാനും അറിഞ്ഞ് സ്നേഹിക്കാനും അവനെ അനുകരിച്ച് ജീവിക്കുന്നതിനുമായിട്ടാണ് ഇവിടെ കുട്ടികൾ ആയിരിക്കുന്നത്. ഇവിടെ ഇവർ എല്ലാ തരത്തിലുമുള്ള പഠനങ്ങൾ നടത്തുന്നു. അവർ ആധ്യാത്മികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും യേശുവിൻ്റെ പ്രേക്ഷിത ദൗത്യം തുടരുന്നതിന് വേണ്ടിയിട്ട്, ഈശോയെ അറിയാത്തവർക്ക് ഈശോയെ പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദിലാബാദ് രൂപതയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ തന്നെ ഒരുക്കുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ വിദ്യാഭ്യാസത്തിന് ഇവിടെ ആദ്യത്തെ ഒരു വർഷക്കാലം ഇവർ ബൈബിളും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയ തെലുഗും ഇംഗ്ലീഷും ഇവർ പഠിക്കുന്നു. അതിനുശേഷം അടുത്ത 2 കൊല്ലം 2-3 കൊല്ലം അവർ ഇൻ്റർമീഡിയറ്റ് പഠിക്കുന്നു. അങ്ങനെ അവർ പഠിച്ച് മുന്നേറുന്നു. ഇവിടുത്തെ ഫോർമേഷൻ മുഖ്യമായിട്ട് ലക്ഷ്യം വയ്ക്കുന്നത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അനുകരിക്കുക എന്നതാണ്. അതിനായിട്ട് ഇവിടുത്തെ ജനങ്ങളെ കൂടുതൽ അടുത്തറിയുന്നതിനും അവരുടെ ജീവിതശൈലി മനസ്സിലാക്കുന്നതിനും ഇവിടുത്തെ കുട്ടികൾ മുഖ്യമായിട്ട് വില്ലേജ് മിനിസ്ട്രി, ദിവസേനയുള്ള സായങ്കാലങ്ങളിൽ പ്രാർത്ഥന, അതുപോലെ വില്ലേജിൽ വിസിറ്റ്, പല്ലേവാസം, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതശൈലി മനസ്സിലാക്കുകയും അത് അറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിച്ച് വളരുന്നതിന് വേണ്ടിയിട്ട് അവരെ തന്നെ ഒരുക്കുകയുമാണ് ചെയ്യുന്നത്. ഈ സെമിനാരിയിൽ പഠിച്ച് 20ഓളം വിദ്യാർത്ഥികൾ ഇന്ന് അച്ഛന്മാരായിട്ട് അദിലാബാദ് രൂപതയിൽ വിവിധ മിഷൻ സെൻ്ററുകളിലും ഇടവകകളിലും സേവനം ചെയ്യുന്നു. 45 ബ്രദേഴ്സ് ഒരേ സമയം ഇവിടെ പഠിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ 17 ബ്രദേഴ്സാണ് ഇവിടെ പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഈ നാട്ടിൽ നിന്നുള്ളവർ തന്നെ 2 പേരാണ് ഉള്ളത്. ബാക്കി ഉള്ളവർ കേരളത്തിൽ നിന്നുള്ളവരാണ്. കുട്ടികളുടെ വളർച്ചയെ ഉന്നമിച്ചുകൊണ്ട് കായികപരമായ ഫോർമേഷൻ ഇവർക്ക് പ്രത്യേകമായി നൽകുന്നു. ഇതിനുവേണ്ടി എല്ലാ മാസത്തിൽ 1 ദിവസം കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അതിനുവേണ്ടി ഒരുങ്ങി അവതരിപ്പിക്കുന്നതിനും അതുപോലെ എല്ലാ ദിവസവുമുള്ള സ്പോർട്സ് ആക്ടിവിറ്റീസും ഇവർക്ക് ഇവിടെയുണ്ട്. അതുപോലെ ഇവരുടെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയെ വെച്ചുകൊണ്ട് നടത്തുന്ന ഈ മൈനർ സെമിനാരിക്ക് വളരെ അധികം മുന്നോട്ട് ഇനിയും പോകാനുണ്ട്. ഒത്തിരിയധികം അച്ഛന്മാർ ഈ അദിലാബാദിന് വേണ്ടി ഇവിടെ പഠിച്ച് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അദിലാബാദ് രൂപതയെ എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആയിരത്തി 1999 ചാന്ത രൂപത വിഭജിച്ച് അദിലാബാദ് രൂപത നിലവിൽ വന്നത്. 1999 മുതൽ 2015 വരെ രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിവന്ദ്യ ജോസഫ് കുന്നത്ത് CMA പിതാവ് രൂപതയുടെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് രൂപതയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചു. 2015 ഒക്ടോബർ 29 ഞാൻ രൂപതയുടെ 2ാമത്തെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതും രൂപതയുടെ ചുമതല ഏറ്റെടുത്തതും. അദിലാബാദ് രൂപത 4 ജില്ലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 4 ജില്ലകളിലായി 1721 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. ഈ 1500 ഗ്രാമങ്ങളിലും സുവിശേഷം എത്തിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനായി ചെയ്ത ചില കാര്യങ്ങൾ സുവിശേഷ പ്രവർത്തനം, ഗ്രാമസന്ദർശനം തുടങ്ങിയവയാണ്. സുവിശേഷ പ്രവർത്തനം നടത്തുവാനായി രൂപതയുടെ 3 ഭാഗങ്ങളിൽ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന 3 സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്.
3 ടീമുകളായി അച്ഛന്മാരും സിസ്റ്റേഴ്സും അൽമായരും ഗ്രാമങ്ങളിലേക്ക് കടന്നു പോകുന്നു. ഗ്രാമങ്ങളിലെ ജനത്തെ വിളിച്ചു കൂട്ടുന്നു, അവരോട് സുവിശേഷം പറയുന്നു. അവരെ ആദ്യമായി ഈ സുവിശേഷം അറിയിച്ച് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് അവരെ ആകർഷിക്കാൻ പരിശ്രമിക്കുന്നു. ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഒരാഴ്ചയിൽ ഒരു ഗ്രാമമെങ്കിലും സന്ദർശിക്കുന്നു. അങ്ങനെ വർഷത്തിൽ ഏകദേശം 50 ഗ്രാമങ്ങൾ സന്ദർശിക്കണം എന്നതാണ് ഞങ്ങളുടെ പ്ലാൻ. 3 ഗ്രൂപ്പ് അങ്ങനെ ഒരു വർഷം 150 ഗ്രാമങ്ങൾ സന്ദർശിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത 10 വർഷത്തിൽ ഈ 1500 ഗ്രാമങ്ങളെ സന്ദർശിക്കുവാനും ഒരു പ്രാവശ്യമെങ്കിലും സുവിശേഷം അറിയിക്കുവാനും സാധിക്കും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. 2 വർഷമായി ഈ സുവിശേഷ പ്രവർത്തനം ആരംഭിച്ചിട്ട് കഴിഞ്ഞ 2 വർഷങ്ങളിലെ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഏകദേശം 200ഓളം ഗ്രാമങ്ങളിലേക്ക് പോകുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ വലിയ തടസ്സം കൂടാതെ ഈ 3 ഗ്രൂപ്പുകൾക്കും ഗ്രാമങ്ങളിലേക്ക് പ്രവേശിക്കുവാനും സുവിശേഷ പ്രവർത്തനം നടത്തുവാനും സാധിക്കുകയാണെങ്കിൽ ഇപ്പറഞ്ഞ 1500 ഗ്രാമങ്ങളെയും ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ സന്ദർശിക്കുവാനും അവിടെ സുവിശേഷം അറിയിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങൾ. രണ്ടാമതായി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ബൈബിൾ കൺവെൻഷനുകളാണ്. ഈ ബൈബിൾ കൺവെൻഷനുകൾ നടക്കുന്നത് പട്ടണങ്ങളിലാണ്. കാരണം ഗ്രാമങ്ങളിൽ നിന്ന് ധാരാളം പേർ പട്ടണ പ്രദേശങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. അവർ ഒരിക്കലും ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോവുകയില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഗ്രാമങ്ങളിൽ മാത്രം സുവിശേഷ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഈ പട്ടണ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആ ജനത്തോട് സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരു മാർഗമുണ്ടാകില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആദിലാബാദ് രൂപതയിലുള്ള 4 ജില്ലകളിൽ ഓരോ വർഷവും ഓരോ കൺവെൻഷൻ വെച്ച് നടത്തുവാൻ ഞങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളിലും ഞങ്ങൾ കൺവെൻഷനുകൾ നടത്തി. ആദ്യത്തെ വർഷം 3 ജില്ലയിലും 2ാമത്തെ വർഷം 4 ജില്ലയിലും നടത്തി. 3ാമത്തെ വർഷം 2 ജില്ലയിൽ കഴിഞ്ഞു. ഇനി 2 ജില്ലയിൽ നടത്താൻ ഇരിക്കുന്നു. ഇവിടെ ഞങ്ങൾ നടത്തുന്നത് ഒരു ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന ഒരു പട്ടണത്തിൽ ഒരു പൊതുവായ സ്ഥലം കണ്ടെത്തി അവിടെ എല്ലാ ജനങ്ങളെയും ഇതര ക്രൈസ്തവ സമൂഹങ്ങളെയും നാനാജാതി മതസ്ഥരെയും വിളിച്ച് അവരോട് സുവിശേഷം പ്രസംഗിക്കുക എന്നതാണ്. ആദ്യത്തെ കൺവെൻഷനിൽ ഏകദേശം 2000 പേർ പങ്കെടുത്തു. പിന്നെ 3000 മുതൽ 6000 വരെ ജനങ്ങൾ ഓരോ കൺവെൻഷനിലും പങ്കെടുക്കുകയുണ്ടായി. ഇതിൽ ബഹുഭൂരിപക്ഷവും കത്തോലിക്ക വിശ്വാസികളോ രൂപതയുടെ വിശ്വാസികളോ അല്ല. മറ്റുള്ളവരാണ് സുവിശേഷം കേൾക്കാൻ വരുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭാ സമൂഹങ്ങളിൽപ്പെട്ടവരുണ്ട്, ഒരിക്കലും സുവിശേഷം കേൾക്കാത്തവരുണ്ട്, ഇതര ജാതിയിൽപ്പെട്ടവരും ഇതര മതങ്ങളിൽപ്പെട്ടവരുമുണ്ട്. അവർ വരുന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം നൽകുന്നു. 3 ദിവസമാണ് ഈ കൺവെൻഷൻ നടത്തുന്നത്. വൈകുന്നേരങ്ങളിലാണ് കൺവെൻഷൻ നടക്കുക. 5:30 മുതൽ ഏകദേശം 10 മണി വരെ 3000-നും 6000-നും ഇടയ്ക്ക് ജനം വരും. ഇവരോട് സുവിശേഷം പ്രസംഗിക്കും. കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്ന ജനവുമായി ഒരു തുടർ ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടി ഞങ്ങൾ 2-3 കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒന്നാമതായി ഒരു ഫോൺ നമ്പർ. ആ ഫോൺ നമ്പറിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും ഫോൺ ചെയ്യാം. അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിക്കാം, ബൈബിളിനെ കുറിച്ചുള്ള അവരുടെ സംശയങ്ങൾ ചോദിക്കാം. അങ്ങനെ അവരുമായൊരു ബന്ധം പുലർത്താൻ പരിശ്രമിക്കുന്നു. രണ്ടാമതായി ഒരു ആധ്യാത്മിക മാഗസിൻ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ജീവസ്വരം എന്നാണ് ഈ ആധ്യാത്മിക മാഗസിൻ്റെ പേര്. ബൈബിൾ കൺവെൻഷൻ്റെ പേരും ജീവസ്വരം എന്നാണ്. ഈ മാഗസിനിലൂടെ ദൈവവചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അറിയിക്കുകയും ബൈബിൾ ക്യൂസ് നടത്തുകയും ഇതര മത്സരങ്ങൾ നടത്തുകയും ചെയ്യുകയും ധാരാളം പേരെ ആകർഷിക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇനിയും ഒരുപാട് പേർ ഈ മാഗസിൻ ഭാവിയിൽ വാങ്ങിക്കുമെന്നും ഇതുവഴി സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മൂന്നാമതായി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി ഞങ്ങൾ രൂപം കൊടുത്തിരിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ് പല്ലേവാസം. പല്ലെ എന്ന് പറഞ്ഞാൽ തെലുഗു ഭാഷയിൽ ഗ്രാമം എന്നാണ് അർത്ഥം. പല്ലേവാസം എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിൽ വസിക്കുക എന്ന് അർത്ഥം. വചനം മാംസമായി മനുഷ്യരുടെ ഇടയിൽ വസിച്ചു, മനുഷ്യരുമായി ബന്ധം സ്ഥാപിച്ചു, മനുഷ്യരോട് സുവിശേഷം അറിയിച്ചു. ഈ സങ്കല്പത്തിൽ നിന്നാണ് പല്ലവാസം എന്ന സങ്കല്പം ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളടക്കം ഇതാണ്: ഒരു ഗ്രാമത്തിലേക്ക് 3-4 പേർ കടന്നു ചെന്ന് അവിടുത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാഴ്ച താമസിച്ച് അവരോട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച് അവരോട് സുവിശേഷം പ്രസംഗിക്കുക. ഇതിനായി കൂടുതലായി മുന്നോട്ട് വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. കഴിഞ്ഞ വേനലവധി കാലത്താണ് ഈ കർമ്മ പരിപാടി ആദ്യമായി ആരംഭിച്ചത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ഏകദേശം 84 സിസ്റ്റേഴ്സ്
ആദിലാബാദ് രൂപതയിലുള്ള വിവിധ ഗ്രാമങ്ങളിലേക്ക് പോവുകയുണ്ടായി. 24 ഗ്രാമങ്ങളും ആ ഗ്രാമത്തോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ ചെറിയ ഗ്രാമങ്ങളിലേക്കും അവർ പോവുകയുണ്ടായി. ഇവർ ഓരോരുത്തരും ഓരോ ആഴ്ച അവിടെ താമസിച്ച് അവരുടെ ജനങ്ങളുമായി പരിചയപ്പെട്ട് അവരോട് സുവിശേഷം പ്രസംഗിച്ചു. പല ഗ്രാമങ്ങളിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവിടുത്തെ ജനം സിസ്റ്റേഴ്സിനെ കണ്ടത്. ചില ഗ്രാമങ്ങളിൽ ആദ്യമായിട്ടാണ് സുവിശേഷം കേട്ടത്. അങ്ങനെ പല ഗ്രാമങ്ങളിലേക്കും പുതിയതായി പ്രവേശിക്കുവാൻ ഈ പല്ലവാസം പരിപാടി വഴി ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ പേര് ടെസ്മി സെബാസ്റ്റ്യൻ SH. ഞാൻ തിരുഹൃദയ മഠത്തിലെ അംഗമാണ്. ഒരു ദിവസം പിതാവ് ഞങ്ങളോട് സിസ്റ്റേഴ്സിനെ എല്ലാം ഈ രൂപത ജോലി ചെയ്യുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും ഞങ്ങളെ ഒന്നിച്ചു കൂട്ടി ഞങ്ങളോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുകയും അപ്പം സിസ്റ്റേഴ്സ് എല്ലാം കൂടി പറഞ്ഞു, ഞങ്ങളെല്ലാവരും തയ്യാറാണ് വില്ലേജ് വർക്ക് ചെയ്യാൻ, ദൂരം ഇനിയും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് പോകാൻ എല്ലാവരും തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷേ ആളുകളുടെ കുറവ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്നിങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് എല്ലാവരുടെയും അഭിപ്രായം കോൺഗ്രിഗേഷൻ എല്ലാ കോൺഗ്രിഗേഷനിലും ഒന്നിച്ച് നമുക്ക് വില്ലേജിലേക്ക് പോകാം, കുറച്ച് പേരെ മാറ്റി നിർത്തിക്കൊണ്ട് വില്ലേജിലേക്ക് പോകാമെന്നൊരു അഭിപ്രായം ഉണ്ടായി. അത് പിതാവിനോട് അറിയിച്ചപ്പോഴത്തേക്ക് പിതാവിന് വളരെ സന്തോഷമായി. അതിനുവേണ്ടി പിതാവ് ഞങ്ങളുടെ അഭ്യർത്ഥന സ്വീകരിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു തരികയും നല്ല ക്ലാസ്സുകളൊക്കെ തരികയും അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ തരികയും ചെയ്തു. അതിനുശേഷം പല്ലവാസം എന്നാണ് അതിന് പേര്. പല്ല എന്ന് പറഞ്ഞാൽ ഗ്രാമം എന്നാണ്. പല്ലയിൽ പോയി ഗ്രാമത്തിൽ പോയി വസിച്ച് അവരോടൊപ്പം വസിച്ച് അവരുടെ ആ കുഞ്ഞു കുടിലിൽ വസിച്ച് അവരുടെ കഷ്ടദുഃഖങ്ങളൊക്കെ അറിഞ്ഞ് അവരോടൊപ്പം നിന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ പറ്റും എന്ന് ഞങ്ങൾ പോയി അത് അനുഭവിച്ചു. അങ്ങനെ ഞങ്ങൾ പിതാവ് പറഞ്ഞ പ്രകാരം ഞങ്ങൾ പേര് കൊടുത്ത് പല കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ പിതാവ് 3-4 പേരായിട്ട് ഓരോ കോൺഗ്രിഗേഷനിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് ഒരു ഗ്രൂപ്പാക്കി പല വില്ലേജുകളിലേക്ക് ഞങ്ങളെ വിടുകയായിരുന്നു. അങ്ങനെ ഞാൻ പോയത് ജണ്ടവെങ്കട്ടപുരം എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ്. വളരെ ശരിക്കുമുള്ള ഒരു വില്ലേജാണ് അത്. ആ വില്ലേജിലെ ആളുകളൊക്കെ സൗകര്യങ്ങളൊന്നുമില്ല, പാവപ്പെട്ട മനുഷ്യരാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു. അച്ഛൻ ഞങ്ങളെ സ്വീകരിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് വേറൊരു വില്ലേജിലേക്ക് തീർത്തും അതിനേക്കാളും പാവപ്പെട്ട ഒരു വില്ലേജിലേക്കാണ് ഞങ്ങളെ കൊണ്ടുവിട്ടത്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു കുട്ടി ഞങ്ങളെ സ്വീകരിച്ചു, അവരുടെ വീട്ടിൽ സ്വീകരിച്ചു. ആ കൊച്ച് നമ്മുടെ ബോർഡിങ്ങിൽ പഠിച്ചതായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് സ്വീകരിച്ചു. അന്ന് ഞങ്ങൾ അവരുടെ വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചേ. അവരുടെ വീട്ടിൽ ഞങ്ങൾ കൂടി. എന്നിട്ട് അവരെ കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു, അവർക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞത് കഴിഞ്ഞ് ഞങ്ങൾ അവരുടെ ഒന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിക്കുന്ന അവരുടെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തൊരു പായൊക്കെ ഇട്ട് തന്നു. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നു. ആ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുക. രാത്രിയിൽ ഇരുട്ടും ലൈറ്റും ഒന്നുമില്ല അവർക്ക്. അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടെ ഞങ്ങളെ കൊണ്ട് വേറെ ഞങ്ങൾക്ക് താമസിക്കാനായിട്ട് സൗകര്യം തന്നിരുന്ന ഒരു വീട്ടിലേക്ക് കൊണ്ടാക്കി. അപ്പോൾ അച്ഛന് ഇതിനു മുമ്പേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരുന്നു, ഉള്ള സാഹചര്യത്തിലെല്ലാം അറേഞ്ച് ചെയ്തിരുന്നു. അച്ഛന്മാർ പുറകിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ സിസ്റ്റേഴ്സ് തന്നെയായിരുന്നു എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ വരികയും അന്വേഷിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആ പുതിയ ഒരു വീട്ടിൽ കൊണ്ടുവന്നാക്കി. 2 മുറിയാണ്, ഒരു കിച്ചണും ഒരു കുഞ്ഞു മുറിയുമായിരുന്നു. ആ അമ്മച്ചി മാത്രമേ ഉള്ളൂ, 2 പെൺമക്കളായിരുന്നു, അവരെ കെട്ടിച്ചു പോയി. അപ്പോൾ ആ അമ്മച്ചി ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും 2 കട്ടിലൊക്കെ തന്നു. പുറത്താണ് കിടക്കുന്ന, ഭയങ്കര ചൂട് കാലമാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് എല്ലാം ബെഡൊക്കെ വിരിച്ചു തന്നു. ഞങ്ങളെ സൗകര്യത്തോടെ കിടത്തി വെള്ളമൊക്കെ കൊണ്ട് തരികയും കുടിക്കാൻ വെള്ളമൊക്കെ കൊണ്ട് തരികയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ കഴിഞ്ഞു. പക്ഷേ ടോയ്ലറ്റ് സൗകര്യങ്ങളോ അങ്ങനത്തെ സൗകര്യങ്ങളൊന്നുമില്ല. പണ്ടത്തെ കാലത്ത് നമ്മൾ മറപ്പര എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു മറപ്പര മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് അവിടെ മറപ്പരയിലെ കുളിയും ഒക്കെ കഴിച്ചു. ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒരു മാർഗ്ഗമില്ല, ഒത്തിരി ദൂരം പോകണം. അപ്പം ഞങ്ങൾ 2 പേര് വീതം അങ്ങനെ പോയപ്പം അയലോക്കത്തൊരു ചേട്ടത്തി ഹിന്ദു സ്ത്രീയാണ്. ആ സ്ത്രീ പറഞ്ഞ്, ഞങ്ങൾക്കൊരു ടോയ്ലറ്റ് ഉണ്ട്, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വരാവോ, നിങ്ങളുടെ കാല് സ്പർശനം ഏറ്റാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ വന്നു. ഓട്ടോയെ കയറി കുർബാനയ്ക്ക് പോയി. കുർബാനയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെങ്കൊച്ച് ആദ്യം കണ്ട ആ കുഞ്ഞ് ഞങ്ങളെ കൊണ്ട് വില്ലേജിലെല്ലാം കൊണ്ടുപോയി. അങ്ങനെ ക്രിസ്ത്യാനിയെന്നോ ഒന്നും തേടയില്ലാതെ ഞങ്ങളെല്ലാ വീട് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എല്ലാ വീടുകളിലും ഞങ്ങൾ കയറി.
അവർക്ക് ആവശ്യമുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഒത്തിരി അന്ധവിശ്വാസങ്ങളൊക്കെ കാണാൻ പറ്റി. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. പിന്നെ ശുചിത്വമില്ലായ്മ ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഓരോ വീട്ടിലും കയറുമ്പോൾ ഇന്ന വീട്ടിൽ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം അവിടെ കൂടണം, അവിടെ ഞങ്ങൾ പറഞ്ഞു തരാം, ഞങ്ങൾ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കൂട്ടി അവിടെ ഒരു വീട്ടിൽ കൂടി എല്ലാവരും കൂടെ അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് കൊച്ചു പിള്ളേർക്കെല്ലാം ആക്ഷൻ സോങ്ങും അങ്ങനത്തെയൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്ത് കളിപ്പിച്ചു. യുവജനങ്ങളുണ്ടായിരുന്ന അവർക്ക് ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളൊക്കെ എടുക്കുകയുണ്ടായി. പിന്നെ മാതാപിതാക്കൾക്ക് വേറെ ക്ലാസ്സുകളൊക്കെ എടുക്കുകയുണ്ടായി. അങ്ങനെ പ്രത്യേകം ക്ലാസ്സുകൾ എടുക്കുകയും പ്രാർത്ഥിക്കുകയും അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവർ തന്നെ പറഞ്ഞു ഞങ്ങളോട്, നമ്മുടെ പ്രാർത്ഥന വഴി അവർക്ക് ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടായതായിട്ട് ഞങ്ങളോട് പറയുകയുണ്ടായി. പിന്നെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമായ കുറച്ച് കുടുംബ ബന്ധങ്ങളൊക്കെ നേരെയാക്കാനും കുറേയൊക്കെ സാധിച്ചു. ഈശോയെ കേൾക്കാൻ വളരെ സന്തോഷത്തോടെ അവർ വന്നിരിക്കുന്നത്. എത്ര നേരം ഇരുന്നാലും മടുക്കുകയില്ല, പോവുകയില്ല എഴുന്നേറ്റ്. നമ്മൾ മടുത്താലേ അവരും മടുക്കുകയുള്ളൂ. അത്രമാത്രം സന്തോഷത്തോടെ ഞങ്ങളുടെ വാക്കുകളൊക്കെ കേൾക്കുകയും ഞങ്ങളെ അവർ സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോരാറായപ്പോഴത്തേക്ക് ഞങ്ങളെ വിടുകയില്ല, ഞങ്ങളോടൊപ്പം വന്ന് നിൽക്കുക, വണ്ടിയുടെ ചുറ്റും വന്ന് നിൽക്കുക, പോകണ്ട എന്ന് പറഞ്ഞ് അത്രയേറെ സന്തോഷത്തോടെ ഞങ്ങൾ അവിടെ ഒരു യാത്ര പറഞ്ഞു പോരുമായിരുന്നു. കോൺഗ്രിഗേഷൻസ് എല്ലാം ഓരോ കോൺവെൻറ്റുകൾ വേറെ വേറെ അല്ല, ഞങ്ങളെല്ലാം ഒന്നാന്നു ഉള്ള ഒരു വലിയ ഒരു ഐക്യം ഞങ്ങളുടെ ഈ രൂപതയിൽ ഉണ്ടായി. ഇനിയും അടുത്ത അവധിക്കാലം വരുമ്പോൾ കൂടുതൽ പേർ ഈ പല്ലവാസം പരിപാടിയിലൂടെ ജനത്തിൻ്റെ പക്കലേക്ക് സുവിശേഷമായി പോകുവാൻ തയ്യാറായി നിൽക്കുന്നു. ഈ 3 പരിപാടികൾക്കും ഞങ്ങൾക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ പ്രവർത്തനത്തിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് ഇതുവരെയും വലിയ സ്ഥാപനങ്ങളോ വലിയ പ്രസ്ഥാനങ്ങളോ കെട്ടിപ്പടുത്തിട്ടില്ല എന്നതും വരുമാനം കുറയുവാനുള്ള ഒരു വലിയ കാരണമായിരിക്കുന്നു. എങ്കിലും സുവിശേഷ പ്രവർത്തനമാണ് സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സുവിശേഷ പ്രവർത്തനത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ സുവിശേഷ പ്രവർത്തനത്തിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സ് തമ്പുരാൻ തന്നെ ഏർപ്പെടുത്തി തരുമെന്ന വലിയ വിശ്വാസത്തോടെ ഈ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാനുള്ള തമ്പുരാന്റെ കൽപ്പന സ്വീകരിച്ച് ഈ രൂപതയുടെ 4 അതിർത്തികൾക്കുള്ളിലും സുവിശേഷം പ്രസംഗിക്കണമെന്ന വലിയ ലക്ഷ്യത്തോടെ ദാഹത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അൽമായരെ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളികളാക്കുവാൻ വേണ്ടി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അൽമായരെ തിരഞ്ഞെടുത്ത് അവർക്ക് മാസത്തിലൊരിക്കൽ 2-3 ദിവസത്തെ പരിശീലനം കൊടുത്ത് അവരെ ഗ്രാമങ്ങളിലേക്ക് അയക്കുന്ന ഒരു പുതിയ പരിപാടിയും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ വൈദികരോടും സിസ്റ്റേഴ്സിനോടും ചേർന്ന് നിന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ വളരെ സജീവമായ പങ്കാളിത്തം വഹിക്കുന്നു. എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് വചനം പറയുന്നു. ഈ ജനം സുവിശേഷം കേൾക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് തമ്പുരാൻ ആകർഷിച്ചതുകൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ജനത്തോട് സുവിശേഷം പ്രസംഗിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.